നമ്മൾ വീണ്ടും നമ്മുടെ അക്രാപ്പോവിച്ചിൻ്റെ ആ ഒരു ഇൻലൈൻ 4 റോർ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ നമ്മുടെ വണ്ടി ബാക്ക് ഓൺ വിത്ത് അക്രാപ്പോവിച്ച്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. സോ യെസ് ഗൈസ്, നമ്മുടെ Z900 നമ്മുടെ ഹെലന മോൾക്ക് വീണ്ടും നമ്മൾ അക്രാപ്പോവിച്ച് കയറ്റുവാണ് ഇത്തവണ. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തൊരു ഡീബിങ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നെ അക്രാപ്പോവിച്ച് ഇപ്പോൾ മാറ്റാൻ തിരിച്ച് നമ്മൾ വെക്കാൻ വെച്ചാൽ ഓട്ടോ ഷോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓട്ടോ ഷോസിനൊക്കെ നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഒരു ഫുള്ളി ലോഡഡ് വണ്ടിയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണിപ്പോൾ എക്സോസ്റ്റ് മാറ്റുന്നത്. ഇപ്പോൾ മെയിൻലി ഓട്ടോ ഷോസിനും കാര്യങ്ങൾക്കും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ അക്രാപ്പോവിച്ചിൻ്റെ ആ ഒരു ഇൻലൈൻ 4 റോർ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഓടിക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി മിക്കവാറും ഇവിടെ കാണത്തില്ല. എന്തായാലും വീടിൻ്റെ അടുത്ത് വീട്ടിൽ വെക്കാനുള്ള പ്ലാനില്ല. ഇത് നമ്മൾ ലീഗലി മേടിച്ചൊരു എക്സോസ്റ്റാണ്, അല്ലാതെ റെപ്ലിക്കയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അക്രാപ്പോവിച്ചിൻ്റെ ലീഗൽ എക്സോസ്റ്റ് തന്നെയാണ്. നമ്മളപ്പോൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ലീഗൽ പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ വണ്ടിക്കും അളവ്, ഡെസിബലിൻ്റെ അളവ് നോക്കുവാണെങ്കിൽ അതിപ്പോൾ മിക്ക വണ്ടികൾക്കും കൂടുതലായിരിക്കും ഡെസിബൽ നോക്കുന്ന സമയത്ത്. അതിപ്പോൾ സ്റ്റോക്ക് വണ്ടി ഇതിൽ തന്നെ ചിലപ്പോൾ ഡെസിബൽ നോക്കിയാലും കൂടുതലാണ്, റെക്കമെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും. സോ അതിന് നമുക്ക് കാര്യമില്ല. പക്ഷേ ഇത്തവണ നമുക്ക് പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ട് അക്രാപ്പോവിച്ചിൻ്റെ. സോ ബാക്ക് വിത്ത് പവർ. ഞാൻ പറയല്ലേ, വണ്ടി നമ്മുടെ കയ്യിൽ ഒരുപാട് നാളൊന്നും ഇനിയും കാണത്തില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ ഞാനത് പറയുവാണ്. നമ്മൾ വണ്ടി എന്തായാലും ഒരുപാട് നാൾ നമ്മുടെ കയ്യിൽ കാണത്തില്ല. നമ്മൾ വണ്ടി സെയിലാക്കാനുള്ള പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. സോ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും നിങ്ങൾക്ക് തരുന്നതാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും ബാക്ക് ഓൺ പവർ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ജസ്റ്റിൻ്റെ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട്, കാറിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ അക്രാപ്പോവിച്ച്. നമ്മുടെ സ്റ്റോക്കിൻ്റെ കുറച്ച് നേരം കൂടെ നമുക്ക് ഈ സ്റ്റോക്ക് കേട്ടാൽ മതി. അത് കഴിയുമ്പോൾ നമ്മുടെ പഴയ ആ ഒരു ഇൻലൈൻ 4 സിംഫണി തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെയും കുറച്ച് സർപ്രൈസസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വഴിയെ പറയുന്നതാണ്. ഇപ്പോൾ എല്ലാം നടന്നാൽ നല്ല കുറച്ച് സർപ്രൈസസ് നിങ്ങൾക്ക് വരും മാസങ്ങളിൽ ഉടനെ കാണാൻ പറ്റുന്നതാണ്. എല്ലാം നല്ല രീതിക്ക് നടന്നാൽ. പറയുന്നപോലെ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ സൂപ്പർ ബൈക്സും ഇവിടെ എന്തായാലും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ സൂപ്പർ ബൈക്സിനും ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കുന്നവരാണ് എല്ലാവരും. ഇപ്പോൾ വെളിനാട്ടിലൊക്കെ ഇതേപോലെ തന്നെയാണ് എല്ലാവരും എക്സോസ്റ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വണ്ടി ഇപ്പോൾ സൂപ്പർ ബൈക്സ് മോസ്റ്റ്ലി ഓടിക്കുന്നത്. സൗണ്ട് മാത്രമല്ല, പെർഫോമൻസിൻ്റെ കാര്യമുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് റീട്യൂൺ ചെയ്യാതെ വലിയൊരു പെർഫോമൻസ് പമ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും വെയിറ്റ് കുറയുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രീ ഫ്ലോ ആയിട്ട് എയർ കയറുന്നതുകൊണ്ട് തന്നെ എയർ ഫിൽറ്ററും കൂടെ മാറ്റിയുണ്ട്. അതിൻ്റേതായ പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ട നമ്മുടെ ബ്രോഡ് സ്ഥലം എത്തി, അകത്തോട്ട് കയറാം. അയ്യോ, ചൂട് മാറട്ടെ. വലിയ ചൂടൊന്നും ഞാൻ പതുക്കെ വന്ന് ചൂടാവും. പോവാം, വിട്ടു. കേട്ട് മതി.
ഓക്കെ. നമ്മുടെ ചെക്കൻ തിരിച്ചു വന്നിരിക്കുന്നു ഫുൾ ഓൺ ഫുൾ പവറിൽ. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഓട്ടോ ഷോസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ഷോസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഡീറ്റെയിൽസ്, എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എല്ലാ സൂപ്പർ ബൈക്സും അവൈലബിൾ ആണ്. അതിപ്പോൾ എസ്റ്റ് തൊട്ട് ഏത് സൂപ്പർ ബൈക്സും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ താഴെ ഇട്ടിട്ടുള്ളതാണ്, ദ ലാസ്റ്റ് വോയേജർ എന്നതിനാണ്. ഞാൻ ലിങ്കും കാര്യങ്ങളും താഴെ ഇട്ടേക്കാം. സോ നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ അതിൽ കയറി എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓട്ടോ ഷോസിൻ്റെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ, കോളേജിലെ പരിപാടീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പാക്കേജായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ആണ് നമ്മുടെ അക്രമോൾ തിരിച്ചു വന്നിരിക്കുകയാണ്, ബാക്ക് വിത്ത് പവർ. ശരിക്കും പുതിയൊരു വണ്ടി ആയതുകൊണ്ടാണ്, കാരണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു ഞാൻ കുറച്ചൊന്ന് യൂസ്ഡാണ്. ഞാനിപ്പോൾ സ്റ്റോക്കിൽ തന്നെ നിന്നിട്ട് പിന്നൊന്ന് വീണ്ടും ഇതിലോട്ടായപ്പോഴത്തേക്കും ഒരു ചെറിയ ഒരിതുണ്ട്. പക്ഷേ അക്ര ഒരു വികാരമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരു DBയും കൂടെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്കും സൗണ്ട് കുറച്ച് മഫിളാവും, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു സൗണ്ട് തന്നെ കിട്ടും. അത്രയ്ക്ക് ലൗഡാവത്തില്ലെന്നേ ഉള്ളൂ. എടാ വീട്ടിലോട്ട്, എൻ്റെ വീട്ടിലോട്ട് കേട്ടോ, ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇന്ന് ഒരുപാട് കല്യാണങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വീട്ടിലോട്ട് പോകേണ്ട വഴി അങ്ങോട്ടാണ്. ഞാനിപ്പോൾ ചോദിച്ചു ഒന്നൊന്ന് കറങ്ങിയിട്ടൊന്ന് പോകാമെന്ന്. എന്തായാലും വണ്ടി കിട്ടിയല്ലേ, അപ്പോൾ നമ്മുടെ റോഡിലൊന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചു. ഓപ്പൺ റോഡ്. മോനെ തിരിച്ചാ സൗണ്ട് കിട്ടുമ്പോൾ ഉള്ള ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന വഴിയായിരുന്നു കേട്ടോ. ഇപ്പോൾ റോഡൊക്കെ നൈസാണ്, ഇവിടെ ടാറൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട്. ഇവിടെ ആയിരുന്നു ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് മറ്റേ ഹാഫ് ക്ലച്ചൊക്കെ കൊടുത്ത് കാർ എടുക്കുന്നത്. നമ്മൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ നമ്മുടെ കാര്യം നോക്കി നമ്മൾ പോവാണ്. ഞാൻ ആരോടും എനിക്കൊരു ദേഷ്യമോ ഒരു പകയോ ഒന്നും ഒരു കാര്യം വെച്ചോണ്ടല്ല ഇരിക്കുന്നത്. അറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയാം. എനിക്കറിയാം എൻ്റെ ഒരു ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സും അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് തിരിച്ച് വരണം എന്നുള്ളൊരിതായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വണ്ടിയിൽ എക്സോസ്റ്റ് വെച്ചത്. നമുക്കിപ്പോൾ ഓട്ടോ ഷോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എന്തായാലും എല്ലാ വണ്ടികളും ഇപ്പോൾ വരാൻ പോകുന്നതെല്ലാം ഓട്ടോ ഷോസിന് എല്ലാ വണ്ടികൾക്കും എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും വണ്ടിയിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. എന്തായാലും ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നമ്മുടെ കയ്യിൽ ഒരുപാട് കാലം ഇനി കാണത്തില്ല. സോ ഉള്ള ടൈം ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഞാൻ വഴിയെ പറയുന്നതാണ്. അതേ ഉള്ളൂ പറയാൻ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻകം മാത്രം നോക്കി അങ്ങനെ ചെയ്യാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു വലിയ സോഴ്സ് ഓഫ് ഇൻകം ഒന്നും യൂട്യൂബിൽ നിന്നില്ല. പിന്നെയും ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, എന്നെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നു, ബ്രോ വീഡിയോസ് കൊള്ളാം, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്.
അതാണ് സത്യം. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതെന്തുവാ ഇപ്പോൾ വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും നമുക്ക് എത്രയും പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളെന്തായാലും സ്റ്റോപ്പ് ചെയ്തേനെ ഞാൻ. പക്ഷെ നിങ്ങൾക്കും കൂടെ ഈ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം ഇനേബിൾ ചെയ്യുക. കാരണം പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്നും മിസ് ചെയ്യത്തില്ല. ആയിരുന്നു ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. സോ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. See you in the next video. Peace.